പീപ്പിൾ തിങ്ക് പ്രൊഡക്ടിവിറ്റി ഈസ് ഡൂയിങ് എ ലോട്ട് ഓഫ് വർക്ക്. 10 മണിക്കൂർ 12 മണിക്കൂർ വർക്ക് ചെയ്തു അല്ലെങ്കിൽ പഠിച്ചു എന്ന് കരുതി നമുക്കതിനെ പ്രൊഡക്റ്റീവ് എന്ന് പറയാൻ പറ്റില്ല. ആക്ച്വലി പ്രൊഡക്ടിവിറ്റി എന്താണെന്ന് അറിയുന്ന ചെങ്ങായി ആണെന്നുണ്ടെങ്കിൽ ആ 10 മണിക്കൂറിൻ്റെ വർക്ക് അവന് 3-4 മണിക്കൂർ കൊണ്ട് തീർത്തിട്ടുണ്ടാവും. ഞാൻ ഈ പ്രൊഡക്ടിവിറ്റീനെ കുറിച്ച് ചിന്തിക്കണത് തന്നെ CAക്ക് ജോയിൻ ചെയ്യുമ്പോഴാണ്. CA ഫൗണ്ടേഷന് അത്രയ്ക്കും ഞാൻ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല. പിന്നീട് CA ഇൻ്റർക്ക് എത്തുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ഇത്രയും കാലം പഠിച്ച പോലെ ഇനി പഠിച്ചിട്ട് കാര്യമല്ല. എല്ലാവരും ഇവിടെ ഉള്ളവരൊക്കെ സ്മാർട്ടാണ്, പക്ഷേ ഇവിടെ ഉള്ള എല്ലാവർക്കും ഉള്ള ടൈമും സെയിം ആണ്. പക്ഷേ എൻ്റെ മാർക്ക് എങ്ങനെയാണ് ഓലെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ തുടക്കത്തിലൊക്കെ ഭയങ്കര കുറവായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ടെക്നിക്ക് തന്നെ ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ ഇങ്ങനെ ഓരോ പ്രൊഡക്ടിവിറ്റി കാര്യങ്ങളൊക്കെ ഇങ്ങനെ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കുറേ സംഭവങ്ങൾ പഠിച്ചു ആ ജേണിയിൽ. എന്നിട്ട് CA ഫൗണ്ടേഷനും CA ഇൻ്ററും ഞാൻ എന്ത് ചെയ്തു, ഫസ്റ്റ് അറ്റംപ്റ്റിൽ ക്ലിയർ ചെയ്തു. ഞാൻ ഭയങ്കര വീക്കായിരുന്നു, എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുമെന്നൊരു ഡൗട്ടൊക്കെ സെൽഫ് ഡൗട്ടൊക്കെ വന്നിരുന്നു ആ ഒരു തുടക്കത്തിൽ CA ഇൻ്ററിൻ്റെ. കാരണം ക്ലാസ് ടെസ്റ്റൊക്കെ ഉണ്ടാകുമ്പോൾ എനിക്ക് വളരെ മാർക്ക് കുറവായി, കാരണം അവിടെ ഉള്ളവർക്കൊക്കെ മാർക്ക് കൂടുതലായിരിക്കും. ബട്ട് എനിവേ ഞാൻ അങ്ങനെയുള്ള സ്ട്രാറ്റജികളും ഓരോ ടാക്ടിക്സൊക്കെ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്തു, CA ഇൻ്ററും CA ഫൗണ്ടേഷനും ഫസ്റ്റ് അറ്റംപ്റ്റിൽ ക്ലിയർ ചെയ്തു. ആ ഒരു ജേണിയിൽ ഉണ്ടായ എക്സ്പീരിയൻസ് ഞാൻ ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. ഇതിന് മുമ്പുള്ള വീഡിയോസിലൊക്കെ ഞാൻ ഒരുപാട് ടാക്ടിക്സും ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നെ, ഓരോ കോഫിയും മെഡിറ്റേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പക്ഷേ ഇന്ന് ഞാൻ അങ്ങനത്തെ അല്ല പറയുന്നത്. 3 കോർ പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ ഒരു 3 സീക്രറ്റ്സ് നമുക്ക് വിളിക്കാൻ പറ്റുന്ന പ്രൊഡക്ടിവിറ്റിൻ്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ള, നിങ്ങൾക്ക് ലൈഫ് ലോങ് ഉപയോഗിക്കാൻ പറ്റുന്ന, നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണെങ്കിലും നിങ്ങളിപ്പോൾ ജോബ് ചെയ്യുകയാണെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ആളാണ്, കഥ എഴുതുന്ന ആളാണ്, അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് എഴുതുന്നുണ്ട്, യൂട്യൂബ് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ഇതിലൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന 3 കോർ പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ സീക്രറ്റ്സ് ആണ് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ഇഫ് യു ഡു എവറിത്തിങ് ഇൻ എ റൈറ്റ് വേ, നമ്മളെ സാധാരണ ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരെ ഒരാഴ്ചത്തെ വർക്ക് നമുക്ക് 1-2 ദിവസം കൊണ്ട് തീർക്കാൻ പറ്റും. ഞാനൊരു 2 ആളെ വെച്ചാണ്ട് നിങ്ങൾക്കൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. പേഴ്സൺ എ അതേപോലെ പേഴ്സൺ ബി. ആദ്യം പേഴ്സൺ എൻ്റെ കാര്യം പറഞ്ഞുതരാം. പേഴ്സൺ എ എന്ന് പറയുന്നത് ഈ പ്രൊഡക്ടിവിറ്റിയിലും അതേപോലെ ഈ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റിലൊക്കെ ഭയങ്കര ഫോക്കസ് ആയിട്ടുള്ള ആളാണ്. അയാൾക്ക് ഒരു 10 സ്റ്റെപ്പ് മോർണിംഗ് റൂട്ടീൻ ഉണ്ട്, ഒരു 20 പ്രൊഡക്ടിവിറ്റി ടാക്ടിക്സ് ഒക്കെ ഉണ്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓൻ്റെ ഒരു മോർണിംഗ് റൂട്ടീൻ എന്ന് പറയുന്നത് രാവിലെ എണീറ്റാണ്ട് എന്ത് ചെയ്യുന്നു, ജേണൽ ചെയ്യുന്നു, ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ ചെയ്യുന്നു. എന്നിട്ട് കുറേ മണിക്കൂറുകൾ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് ബുക്കുകൾ, സെൽഫ് ഹെൽപ്പ് ബുക്കുകൾ വായിക്കുന്നു, ആൻഡ്രി ഹ്യൂബർമാൻ്റെ പോഡ്കാസ്റ്റുകൾ കാണുന്നു, മെഡിറ്റേറ്റ് ചെയ്യുന്നു, കണ്ണാടിയിൽ നോക്കി സെൽഫ് അഫർമേഷൻസ് പറയുന്നു, പുഷപ്പ് ചെയ്യുന്നു. എന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യാൻ ഇരിക്കുന്നത്. ആ വർക്ക് ചെയ്യാൻ ഇരിക്കുമ്പോൾ എന്താണ്, ഒരു 20 പ്രൊഡക്ടിവിറ്റി ടാക്ടിക്സുകൾ, ഗൂഗിൾ കലണ്ടർ, നോഷന്, പ്രൊഡക്ടിവിറ്റി മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് ലൈറ്റിങ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുത്താണ്ട് ഭയങ്കര ക്യൂട്ടായി കോഫിയൊക്കെ എടുത്താണ്ട് ഇങ്ങനെയാണ് അവൻ വർക്ക് ചെയ്യാൻ ഇരിക്കുന്നത്. പക്ഷേ ഒരു സംഭവമുണ്ട്, ആ ചെയ്യുന്ന വർക്ക് അവനക്ക് അത്ര ഒരു താല്പര്യമുള്ള വർക്കല്ല, അത്ര ഇഷ്ടമുള്ള വർക്കല്ല. ഓക്കെ, ഇതാണ് പേഴ്സൺ എൻ്റെ കേസ്. ഇനി പേഴ്സൺ ബീനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, പേഴ്സൺ ബിക്ക് അങ്ങനെ മോർണിംഗ് റൂട്ടീനൊന്നുമില്ല. രാവിലെ എണീക്കുന്നു, എന്ത് ചെയ്യുന്നു, ആ ഒരു ഉറക്കത്തിൽ നിന്നുള്ള ആ ഒരു മൂഡ് പോകാൻ വേണ്ടിയിട്ട് മൂപ്പര് ഒരു കോൾഡ് ഷവർ എടുക്കും, അത് മൂപ്പര് കൊള്ളും. എന്നിട്ട് നേരെ കോഫി ഉണ്ടാക്കിയാണ്ട് എന്ത് ചെയ്യും, വർക്ക് ചെയ്യാനിരിക്കും. ഇത്രേ ഉള്ളൂ. മൂപ്പര വർക്ക് എന്ന് പറയുന്നത് മൂപ്പർക്ക് എക്സൈറ്റിംഗ് ആയിട്ടുള്ള സംഭവമാണ്. അത് ഈസി ആയിട്ടുള്ളത് നല്ല അതിൻ്റെ അർത്ഥം. അതായത് ഷാലോ വർക്ക് ഇല്ലേ, നമ്മളിപ്പോൾ യൂട്യൂബ് കാണാം, രാവിലെ എണീറ്റാണ്ട് തന്നെ യൂട്യൂബ് കാണാം, എന്ത് സുഖമാണത്. അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സ് സീരീസ് കാണാം, അല്ലെങ്കിൽ ഏതെങ്കിലും മൂവീസ് കാണാം. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഈസിയാണ്. ഇങ്ങനല്ല, എക്സൈറ്റ്മെൻറ്റോട് ഞാൻ ഉദ്ദേശിച്ചത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ചെറിയ കുട്ടിയൊക്കെ ആകുമ്പോൾ നമുക്ക് നമ്മളെന്തെങ്കിലും പുതിയൊരു പെറ്റ്സിനൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ, ഇപ്പോൾ പെറ്റ്സൊക്കെ ഉള്ളവർക്ക് അറിയുണ്ടാവും, എന്തെങ്കിലും മീനിനെ അല്ലെങ്കിൽ എന്തെങ്കിലും പൂച്ചനെയോ അല്ലെങ്കിൽ മുയലിനെയോ അങ്ങനെയൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ അന്ന് വൈകുന്നേരം നമ്മളെ ഓലെ കൂട്ടിലാക്കിയിട്ടോ അല്ലെങ്കിൽ ഫീഡ് ചെയ്തൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഉറങ്ങിയിട്ട് പിന്നെ രാവിലെ എണീക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് എണീക്കും. അത് നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും രാവിലെ തന്നെ അത് പോയി നോക്കാൻ വേണ്ടിയിട്ട്. അതേക്കെ പോലെ വർക്കിനെ കാണുന്ന, പോസിറ്റീവായിട്ട് കാണുന്ന ഒരാളാണ്. രാവിലെ എണീറ്റാണ്ട് ടോയ്ലറ്റ് പോകുമ്പോൾ വരെ മൂപ്പരെ മനസ്സിൽ ചിന്ത വെച്ചാൽ ഇന്നിപ്പോൾ ആരൊക്കെ വിളിക്കണം, എന്തൊക്കെ മീറ്റിംഗ് ഉണ്ട്, അല്ലെങ്കിൽ എങ്ങനെ ഇന്നത്തെ ഡിസൈൻസ് കാര്യങ്ങൾ, ഇപ്പോൾ ഒരു ക്ലോത്തിങ് ബ്രാൻഡൊക്കെ ആണെങ്കിൽ എന്തൊക്കെ ഡിസൈനാണ് പുതിയ ഇറക്കുക, എത്രത്തോളം കസ്റ്റമറിൻ്റെ കംപ്ലയിൻസ് വരുന്നുണ്ട്, എത്രത്തോളം സെയിൽസ് ഉണ്ട്, ഇങ്ങനെയൊക്കെയാണ് മൂപ്പര ചിന്ത. അതേപോലെ തന്നെ വർക്ക് ചെയ്യുമ്പോൾ സമയം പോകുന്നത് മൂപ്പര അറിയണില്ല, ക്ലോക്കിൽ നോക്കണില്ല, ടൈം നോക്കിയാണോ നല്ല ചെയ്യുന്നത്. വർക്ക് കഴിയണവരെ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നീട് രാത്രി ഒക്കെ ആകുമ്പോഴത്തേനും മൂപ്പര് ടയേർഡ് ആവുന്നു, വർക്കൊക്കെ ഫിനിഷ് ചെയ്യുമ്പോഴത്തേനും മൂപ്പര് ടയേർഡ് ആവുന്നുണ്ട്, എന്നിട്ട് പോയി ഉറങ്ങുന്നുണ്ട്. ഇതാണ് ഇപ്പോൾ മൂപ്പര റൂട്ടീൻ. ഇതിലാരായിരിക്കും ഏറ്റവും കൂടുതൽ നല്ല പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്യുക? വാട്ട് ഡു യു ഗൈസ് തിങ്ക്? ആ ഒരു 10 സ്റ്റെപ്പ് മോർണിംഗ് റൂട്ടീനും 20 പ്രൊഡക്ടിവിറ്റി ടാക്ടിക്സ് ഉള്ള ആളാണോ, അതോ ഒന്നുമില്ല, ജസ്റ്റ് രാവിലെ ഷവർ ചെയ്താണ്ട് നേരെ കോഫി എടുത്താണ്ട് വർക്ക് ചെയ്യാനിരിക്കുന്നു, ആ വർക്ക് കഴിയണ വരെ വർക്ക് ചെയ്യുന്നു, ആ ആളാണോ കൂടുതൽ പ്രൊഡക്റ്റീവ് ആവുക? ഒബ്വിയസ്ലി ദ സെക്കൻഡ് പേഴ്സൺ. So the principle number 1 or the secret number 1 is do what excites you. ആ ഒരു ചൈൽഡ് ലൈക്ക് എക്സൈറ്റ്മെൻറ്റ് അത് ഈസി ആവണമെന്നോ അല്ലെങ്കിൽ സാറ്റിസ്ഫൈ ആവണമെന്നോ അല്ലെങ്കിൽ ഫൺ ആവണമെന്നോ അല്ല ഞാൻ പറഞ്ഞത്. ചലഞ്ചിങ് ആയിക്കോട്ടെ, പ്രോബ്ലംസ് ഉണ്ടായിക്കോട്ടെ, ഒരുപാട് തല പെരുക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാവും. ബട്ട് സ്റ്റിൽ ഇറ്റ് ഷുഡ് ബി എക്സൈറ്റിംഗ് ഫോർ യു. ഞാൻ കണ്ടിട്ടുണ്ട് പല ആൾക്കാരും ഒരു സംഭവം ചെയ്യണം, നമുക്ക് ഡ്രോപ്പ് ഷിപ്പിംഗ് തുടങ്ങാം, അല്ലെങ്കിൽ നമുക്ക് വീഡിയോ ഇടാൻ തുടങ്ങാം, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ബിസിനസ് തുടങ്ങാം എന്നൊക്കെ പറയും. പക്ഷേ ഓലെ മെയിൻ എയിം എന്ന് പറയുന്നത് എന്താണെന്നറിയോ?
ഒരുപാട് പൈസ ഉണ്ടാക്കാം, ഇത് ചെയ്താൽ ഇത്ര പൈസ ഉണ്ടാക്കാം, കണ്ടമാനം പൈസ ഉണ്ടാക്കാൻ അറിയാണ്ട് കാര്യം ആ ഒരു ഐഡിയ കൊണ്ടുവരുന്നത്. അങ്ങനെയുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ people who do things just for the sake of money or the monthly package will never outwork the person who is excited to work. ഈ ഒരു ടൈമിൽ പ്രൊഡക്ടിവിറ്റിനെ കുറിച്ചും അതുപോലെ നമ്മളെ പെർഫോമൻസ് ഒക്കെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ പഠിക്കണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കിയാണ്. അപ്പോൾ ആ എക്സ്പെരിമെൻ്റ് ചെയ്തിൽ നിന്ന് എനിക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായത് എന്താ വെച്ച് കഴിഞ്ഞാൽ, എനിക്കിപ്പോൾ രാത്രി ഡിന്നർ കഴിച്ച് കഴിഞ്ഞാൽ എന്നിട്ട് വർക്ക് ചെയ്യാൻ കഴിയൂല മീൻസ് വർക്ക് നടക്കും, അത്ര അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ വേറൊരു ഓപ്ഷൻ ഇല്ലെങ്കിൽ ചെയ്യും. അങ്ങനല്ല, ആ ഒരു പ്രൊഡക്ടിവിറ്റി, ആ രാവിലെയുള്ള ആ ഒരു പ്രൊഡക്ടിവിറ്റി ഒന്നും കിട്ടില്ല. എന്താ ഒരു ഉറക്കം വന്ന ഫീൽ ആയിക്കാരം. അതുപോലെ തന്നെ എനിക്ക് ഉറങ്ങാൻ പോകുന്ന ടൈം ഏകദേശം ഒരു 9 to 10 മണിയാണ് ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ. അതേപോലെ തന്നെ രാവിലെ എണീക്കുമ്പോൾ ഒരു 5 to 6. ശരിയാണ്, ഞാൻ 3 മണിക്ക് നീച്ചിക്കണം, 4 മണിക്ക് നീച്ചിക്കണം, 6 മണിക്ക് നീച്ചിക്കണം, ഈ ടൈമൊക്കെ ചെയ്തിരിക്കണം. പക്ഷേ നമുക്ക് അതിലൊരു കുറേ കാലം സ്റ്റിക്ക് ചെയ്യാൻ പറ്റുന്നൊരു ടൈമെന്ന് തോന്നുമല്ലോ ഉള്ളിൽ, ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകുക എന്നുള്ളത്. അങ്ങനെ എനിക്ക് തോന്നിയത് ഒരു 5 മണി to 6 മണിക്ക് അതിൻ്റെ ഇടയിൽ എണീക്കണതും അതുപോലെ 9 to 10 ഉള്ളിൽ കിടക്കണതാണ്. അതേപോലെ തന്നെ ഞാൻ വർക്കൗട്ടിൻ്റെ കേസിൽ രാവിലെ വർക്കൗട്ട് ചെയ്ത് നോക്കിയാണ്, ഉച്ചക്ക് വർക്കൗട്ട് ചെയ്താണ്. ഉച്ച എന്ന് പറഞ്ഞാൽ 10 മണി 11 മണി ആ ടൈമിൽ വർക്കൗട്ട് ചെയ്ത് നോക്കിയാണ്. അതേപോലെ തന്നെ ഈവനിങ് വർക്കൗട്ട് ചെയ്ത് നോക്കിയാണ്. അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ടബിളായി തോന്നിയത്, ഡെഡ് ലൈൻ വന്നു കഴിഞ്ഞാൽ സമയമല്ല എന്നുണ്ടെങ്കിൽ എപ്പോൾ ആണെങ്കിലും ചെയ്യും, അങ്ങനെയൊന്നുമില്ല. പക്ഷേ എനിക്ക് കംഫർട്ടബിളായി തോന്നിയത് വൈകുന്നേരം സൂര്യനൊക്കെ അതിൻ്റെ ചൂടൊക്കെ കുറഞ്ഞതിൻ്റെ ശേഷം ഒരു 6 മണി to 7, 7:30 ആ ഒരു ടൈം ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിലാണ് ഏറ്റവും കൂടുതൽ കംഫർട്ടബിളായി തോന്നിയത്. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് ഫോക്കസ് കിട്ടുന്ന ടൈം എന്ന് പറയുന്നത് രാവിലെ എണീറ്റിട്ട് ഒരു 1 hour കഴിഞ്ഞ്, ഒരു 1 hour ഒരു നമ്മൾ കാര്യങ്ങൾ ഫ്രഷ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു 1 hour കഴിഞ്ഞതിൻ്റെ ശേഷം ഒരു ഫസ്റ്റത്തെ ഒരു 4 മണിക്കൂറൊക്കെ നല്ല ബ്രെയിൻ നല്ല ഷാർപ്പായി കണ്ട് നിൽക്കലുണ്ട്. അത് ഞാനൊരു +1 +2 ആ ടൈമിലൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ പഠിച്ചിരുന്നത് എണീറ്റ് കിട്ടുക ആ ഒരു ടൈമിലാണ്. അപ്പോൾ ആ ഒരു സംഭവം തന്നെ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായത് എങ്ങനെ, എല്ലാ കാര്യങ്ങളും ട്രൈ ചെയ്ത് നോക്കിയിട്ട് പല കാര്യങ്ങളും എക്സ്പെരിമെൻറ്റ് നോക്കിയിട്ട് എൻ്റെ ബോഡിക്ക് ഏറ്റവും കൂടുതൽ പറ്റിയത് ഏതൊക്കെയാണ് എന്ന് ഞാനിങ്ങനെ നോക്കിയാണ്ട് നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്താൽ നമ്മൾ അതും ചെയ്യും ഇതും ചെയ്യും, എന്നിട്ട് അതിൽ ഏറ്റവും നല്ലത് ഏതാ നോക്കും. അങ്ങനെ കണ്ടുപിടിച്ച സംഭവങ്ങളാണ്. നമ്മളിപ്പോൾ യൂട്യൂബിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഗുരൂസൊക്കെ എന്താ പറയുണ്ടാവുക, ഈ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് ഗുരൂസൊക്കെ ഓല റൂട്ടീൻ ഇങ്ങനെ പറയുണ്ടാവും. പക്ഷേ അത് നിങ്ങൾ അതേപോലെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അത് ഓല റൂട്ടീനാണ്, അത് പ്രശ്നമാവും. സോ പ്രിൻസിപ്പൽ നമ്പർ 2 അല്ലെങ്കിൽ സീക്രട്ട് നമ്പർ 2 ഫോർ പ്രൊഡക്ടിവിറ്റി ഈസ് ലിസൺ ടു യുവർ ബോഡി, വർക്ക് വിത്ത് യുവർ ബയോളജി, നോട്ട് എഗെയിൻസ്റ്റ് ഇറ്റ്. ഇപ്പോൾ ഞാൻ ഈ ഒരു സംഭവങ്ങളൊക്കെ ഞാൻ എക്സ്പെരിമെൻറ്റ് ചെയ്താണ്, ഞാൻ ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഇതൊക്കെ നോക്കുന്നതിൻ്റെ പകരം ഞാൻ നേരെ ഒരു യൂട്യൂബിൽ പോയിട്ട് ഒരു ആരെങ്കിലും ആളെ മോർണിംഗ് റൂട്ടീന് ടു നൈറ്റ് റൂട്ടീന് ഞാൻ വീഡിയോ കണ്ടിട്ട് ഡെയിലി റൂട്ടീൻ നോക്കിയിട്ട് അതേപോലെ ഞാനാണ് കോപ്പി അടിച്ച് കഴിഞ്ഞാൽ അയാൾ ചിലപ്പോൾ രാവിലെ എണീറ്റാണ് നേരെ ജിമ്മിൽ പോകുന്ന ആളേക്കാരം, എന്നിട്ട് നേരെ ജിമ്മിൽ പോയി കഴിഞ്ഞിട്ടേക്കാരം വർക്ക് ചെയ്യേണ്ടാവുക. അല്ലെങ്കിൽ രാത്രി വർക്ക് ചെയ്യുന്ന ആളേക്കാരം, രാത്രി ഫുഡൊന്നും കഴിക്കാതെ പിന്നീട് രാവിലെ ഏക്കാരം ഫുഡ് കഴിക്കേണ്ടാവുക. വൈകുന്നേരം കോഫി കുടിച്ചിട്ട് രാത്രി നല്ല പ്രൈമായി നിൽക്കാൻ വേണ്ടി ഏക്കാരം ചെയ്യേണ്ടാവും, ലൈക്ക് ദാറ്റ്. അപ്പോൾ എൻ്റെ ബോഡിക്ക് അനുസരിച്ചാണ് ഞാൻ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അല്ലാതെ ഒരാളെ നേരെ എടുത്ത് കോപ്പി അടിച്ച് കഴിഞ്ഞാൽ മേ ബി ഐ ക്യാൻ ഡൂ ദാറ്റ്, പക്ഷേ എൻ്റെ പ്രൈമിൽ അല്ലെങ്കിൽ ഏറ്റവും നല്ല പെർഫോമൻസിൽ എനിക്ക് അത് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. പ്രൊഡക്ടിവിറ്റീൻ്റെ മൂന്നാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, മൂന്നാമത്തെ സീക്രറ്റ് എന്ന് പറയുന്നത്, യു ഡോണ്ട് ഹാവ് ടു ഡു മോർ വർക്ക്, ആക്ച്വലി യു നീഡ് ലെസ് വർക്ക്. ഇത് ഏറ്റവും കൂടുതൽ ആൾക്കാർ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തൊരു സംഭവമാണ്. എന്ന് കഴിഞ്ഞാൽ പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സംഭവങ്ങൾ, ഗെറ്റിംഗ് മോർ വർക്ക് ഡൺ എന്നുള്ളത്. ഞാനിപ്പോൾ ഒരു ചെറിയൊരു എക്സ്പെരിമെൻറ്റ് പറഞ്ഞുതരാം. നിങ്ങളൊരു പീസ് ഓഫ് പേപ്പർ എടുക്കുക. ഒരു പീസ് ഓഫ് പേപ്പർ എടുത്തിട്ട് എവിടെയെങ്കിലും ഇരുന്നിട്ട് അതിൽ നിങ്ങളെ ഒരു ഡേ എങ്ങനെയാണെന്നുള്ളത് രാവിലെ തൊട്ട് എണീറ്റത് തൊട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുക എന്നുള്ളത് എന്ത് ചെയ്യുക, അങ്ങനെ ടൈമിനനുസരിച്ച് ഇങ്ങനെ നോട്ട് ചെയ്യാം. അത് എൻഡ് ഓഫ് ദി ഡേ നിങ്ങൾ ഉറങ്ങാൻ പോകുന്ന വരെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നും ഒരു ദിവസത്തെ ചെയ്യാം. ഒരു നിങ്ങൾക്ക് അറിയണ്ടാവില്ല ആവറേജ് നിങ്ങൾ എന്തൊക്കെ ചെയ്യുക എന്നുള്ളത്. എന്നിട്ട് നോക്കുക. അപ്പോൾ നിങ്ങൾ രാവിലെ എണീറ്റിട്ടുണ്ടാവും, രാവിലെ എണീറ്റ് കുറച്ച് നേരം ഫോൺ നോക്കിയിട്ടുണ്ടാവും, ന്യൂസോ അല്ലെങ്കിൽ ഫേസ്ബുക്കോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമോ എങ്ങനെ വെച്ചാൽ അത് കുറച്ച് നേരം നോക്കിയിട്ടുണ്ടാവും. ചിലപ്പോൾ ഞാനൊരു എക്സാമ്പിളായിട്ട് പറയുകയാണ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം വർക്ക് ചെയ്തിട്ടുണ്ടാവും, മേ ബി കുറച്ച് നേരം വർക്ക് ചെയ്താണ്ട് അതിൻ്റെ ഇടയിൽ ഇൻസ്റ്റഗ്രാം എടുത്തിട്ടുണ്ടാവും. നിങ്ങൾ സമയം കുറച്ച് നേരം ഇങ്ങനെ സ്ക്രോൾ ചെയ്തിട്ടുണ്ടാവും, സമയം പോയതൊന്നും നോക്കിയിട്ടുണ്ടാവില്ല. പിന്നെ കുറച്ച് നേരം യൂട്യൂബിൽ 2-3 വീഡിയോ അല്ലെങ്കിൽ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റി എന്തായിക്കോട്ടെ അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് ആയിട്ടുള്ള കോയാക്കാൻ്റെ വീഡിയോയോ എങ്ങനെ വെച്ചാൽ അത് കണ്ടിട്ടുണ്ടാവും കുറച്ച് നേരം. എന്നിട്ട് പിന്നെയും കുറച്ച് നേരം വർക്ക് ചെയ്തിട്ടുണ്ടാവും, ലഞ്ചൊക്കെ കഴിച്ചുകൊണ്ട്. എന്നിട്ട് പിന്നെ വൈകുന്നേരം ചിലപ്പോൾ വർക്കൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ വർക്കൗട്ടിന് പോയിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ടുണ്ടാവും, കുറച്ച് നേരം വീണ്ടും റിലാക്സ് ചെയ്യാൻ വേണ്ടി ഫോണിൽ കളിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ TV കണ്ടിട്ടുണ്ടാവും. എന്നിട്ട് പിന്നെ ഉറങ്ങാൻ പോയിട്ടുണ്ടാവും. ഞാൻ ഒരു എക്സാമ്പിളായിട്ട് പറയാം. അപ്പോൾ അത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിങ്ങനെ മൈൻഡ്ലെസ്സിൽ ഇങ്ങനെ എല്ലാ ദിവസവും പോയി കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം നമുക്കറിയില്ല. അപ്പോൾ ആ ഒരു പേപ്പർ എടുത്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ സ്ക്രീൻ ടൈം ഒരു ദിവസത്തെ സ്ക്രീൻ ടൈമൊക്കെ എടുത്തുകൊണ്ട് എത്രത്തോളം ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുന്നുണ്ട്, എത്രത്തോളം യൂട്യൂബ് ഉപയോഗിക്കുന്നുണ്ട്, എത്രത്തോളം ആൾക്കാരെ വെറുതെ ഇങ്ങനെ വർത്താനം പറഞ്ഞ് ഉത്തരക്കുന്നുണ്ട്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യാം, ഇതിൽ ആവശ്യമില്ലാത്ത സംഭവങ്ങൾ ഒരുപാടുണ്ടാവും. നോക്കിക്കഴിഞ്ഞാൽ എന്തായാലും ഉണ്ടാവും. നമ്മൾ വെറുതെ ടൈം വേസ്റ്റ് ആക്കുന്ന കുറേ സംഭവം ഉണ്ടാവും. ചിലപ്പോൾ ഇൻസ്റ്റഗ്രാമൊക്കെ 3 മണിക്കൂർ ഉപയോഗിച്ചിട്ടുണ്ടാവും, യൂട്യൂബ് 2-3 മണിക്കൂർ ഉപയോഗിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യാം, ഇതൊക്കെ കട്ട് ചെയ്യുക. ആവശ്യമില്ലാത്ത സംഭവങ്ങളൊക്കെ കട്ട് ചെയ്യുക.
നിങ്ങളുടെ ആക്ച്വൽ ഗോളിലേക്ക് എത്തിക്കുന്ന സംഭവങ്ങൾ ഉണ്ടാവുമല്ലോ. ആക്ച്വൽ ഗോൾ ഇപ്പോൾ ഞാൻ പറയുന്നു, ഒരു റൈറ്ററാണെന്ന് വിചാരിക്കാം, ഒരു 300 പേജ് എഴുതണം, ഏകദേശം ഒരു ബുക്ക് എഴുതണം. അപ്പോൾ അതിൻ്റെ ഏറ്റവും ചെയ്യേണ്ട ആക്ഷനബിൾ ആയിട്ടുള്ള സംഭവം എന്താണ് അതിലേക്ക് എത്താനുള്ളത്? ഞാൻ എക്സാമ്പിൾ പറയുന്നു, ഒരു മാസം കൊണ്ട് ഒരു ബുക്ക് തീർക്കണം എന്നാണെങ്കിൽ ഒരു ദിവസം ഏകദേശം 10 പേജ് എഴുതണം. അത് കുറച്ച് പണിയാണ്, അല്ല വേണ്ട. ഒരു ദിവസം ഏകദേശം 5 പേജ് എഴുതും. അങ്ങനെ 2 മാസം കൊണ്ട് ആ ബുക്ക് തീർക്കും. ആ ഒരു രീതിയിലാണ് ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ ഈ 5 പേജ് എഴുതൽ ആണ് ഒരു ദിവസത്തെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇതാണ് നിങ്ങളെ ഗോൾ എന്നുണ്ടെങ്കിൽ, ഒരു റൈറ്റർ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യണം എന്നാണെങ്കിൽ. അപ്പോൾ ഇതിനെതിരായിട്ട് നിൽക്കുന്ന, ഇതിനായിട്ട് ഒരു ബന്ധമില്ലാത്ത ആക്ഷൻസ് ഒക്കെ വിട്ടാൽ, ഇതേപോലെ നിങ്ങൾക്ക് എന്തുണ്ടാവും, ഒരു ഗോൾ ഉണ്ടാവും, അതിലേക്ക് എത്തുന്ന ആക്ഷൻസ് ഉണ്ടാവും. അതല്ലാത്ത ബാക്കിയൊക്കെ എന്ത് ചെയ്യുക, കളയുക. എന്നിട്ട് ആ ഉള്ള സംഭവങ്ങൾ വെയിറ്റേജ് കൊടുക്കുക. ഉള്ള സംഭവങ്ങൾക്ക് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഉണ്ടാവും, നിങ്ങൾക്ക് ഏറ്റവും നമ്പർ 1 പ്രയോറിറ്റി ആയിട്ടുള്ളത് ഉണ്ടാവും, അതേപോലെ നമ്പർ 2 പ്രയോറിറ്റി ആയിട്ടുള്ള ഉണ്ടാവും. അങ്ങനത്തെ സംഭവങ്ങൾക്ക് എന്ത് ചെയ്യാം, വെയിറ്റേജ് കൊടുക്കുക. ആദ്യം ചെയ്യേണ്ടത് ഏതാണ്, രണ്ടാമത് ചെയ്യേണ്ടത് ഏതാണ്, മൂന്നാമത് ചെയ്യേണ്ടത് ഏതാണെന്നുള്ളത്. അതേപോലെ തന്നെ ഇതിന് ടൈം ബ്ലോക്കിങ് ചെയ്യാം. ടൈം ബ്ലോക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറഞ്ഞത്, എൻ്റെ കേസ് പറഞ്ഞത്, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത് കോപ്പി എടുക്കാനല്ലോ ഞാൻ പറയുന്നത്. എൻ്റെ ബ്ലോക്ക് 1 എന്ന് പറയുന്നത്, ഞാൻ രാവിലെ എണീറ്റ് 5 മണിക്ക് എണീറ്റ് വിചാരിച്ചോ, ഒരു 6 to 10 ബ്ലോക്ക് 1 ഫോർ ഡീപ്പ് വർക്ക്. അവിടെ ഷൂട്ടിംഗ് ആയിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് വീഡിയോക്കുള്ള പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ കയറും. ഓരോ കാര്യങ്ങളൊക്കെ റിസർച്ച് ചെയ്തുകൊണ്ട് അതിനുള്ള സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കലായിരിക്കും. സോ ബ്ലോക്ക് 2 എന്ന് പറയുന്നത് അത്ര ഡീപ്പല്ല, പക്ഷേ എന്താണ്, ഇൻ്റലക്ച്വൽ വർക്ക് തന്നെയാണ്. അവിടെ എന്തുണ്ടാവുക, ബുക്കുകൾ വായിക്കുക, അതുപോലെ തന്നെ യൂട്യൂബിലുള്ള പോഡ്കാസ്റ്റുകൾ കാണാം. ഇതിനുള്ള നെക്സ്റ്റ് വീഡിയോസിനൊക്കെയുള്ള ഇൻഫോർമേഷൻസ് ഞാൻ പഠിക്കുക. ആ ഒരു സമയമാണ്. ഇവിടെ ഫസ്റ്റ് ഔട്ട്പുട്ട് ആണെന്നുണ്ടെങ്കിൽ സ്ക്രിപ്റ്റ് ഉണ്ടാക്കുക, അതേപോലെ തന്നെ വീഡിയോസ് ഷൂട്ട് ചെയ്യുക എന്നുള്ള രീതിയിൽ ഔട്ട്പുട്ട് ആണെന്നുണ്ടെങ്കിൽ, രണ്ടാമത്തെ ബ്ലോക്കിൽ പിന്നെ ഇൻപുട്ടാണ്, ഞാൻ പഠിക്കുക, അങ്ങനത്തെ സംഭവങ്ങൾ. മൂന്നാമത്തെ ബ്ലോക്ക് എന്ന് പറയുന്നത് ഈവനിങ് ഒരു 5 മണി തൊട്ട് ഒരു 7 മണി വരെയൊക്കെ, അതായത് ജിമ്മ് പോകുന്ന ടൈം. ഇങ്ങനെയാണ് ഇപ്പോൾ ഞാൻ ഏകദേശം ഒരു ടൈം ബ്ലോക്ക് കൊടുത്തിട്ടുള്ളത്. ഇതേപോലെ നിങ്ങൾക്ക് 3, 2, 1 ആയിട്ട് എന്ത് ചെയ്യാം, ഓരോ നിങ്ങളെ ഏറ്റവും കൂടുതൽ എനർജി ഉള്ള ടൈം, അതുപോലെ ഏറ്റവും കൂടുതൽ ഫോക്കസ് ഇടുന്ന ടൈമൊക്കെ നിങ്ങളെ ബയോളജിക്ക് അനുസരിച്ച് ടൈം ബ്ലോക്കിങ് ചെയ്യാം. ഇതൊന്നും ആരും ചെയ്യുന്നുണ്ടാവില്ല. ഈ വെയിറ്റേജ് കൊടുക്കലൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ചിലപ്പോൾ ഒരു ദിവസം ഒരുപാട് കാര്യം ചെയ്യേണ്ടിണ്ടാവില്ല. ആകെ ചിലപ്പോൾ ഒരു 3 കാര്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഒരു 2 കാര്യമൊക്കെ ഉണ്ടാവുള്ളൂ, 2 ആക്ടിവിറ്റി. അപ്പോൾ ഈ ഒരു സംഭവത്തിന് ഏറ്റവും വെയിറ്റേജ് കൊടുത്തു കഴിഞ്ഞാൽ, ഇത് ഫസ്റ്റ് തീർന്നു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള നേരം നിങ്ങൾ എന്ത് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങളൊരു ലെവലിലേക്ക് എത്തും. അതാണ് ഈ ഒരു സക്സസ്ഫുൾ ആയ ആൾക്കാരൊക്കെ മെയിൻ സീക്രറ്റ് എന്ന് പറയുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം എങ്ങനെയെങ്കിലും ചെയ്തിട്ടുണ്ടാവും ആ ദിവസം. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ക്വിക്ക് അപ്ഡേറ്റ്. നമുക്കൊരു കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നല്ലോ, ഹിഷാംസ് ട്രൈബ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു കമ്മ്യൂണിറ്റി കുറച്ച് കാലം ക്ലോസ്ഡ് ആയിരുന്നു. ഓൾറെഡി 30-35 മെമ്പേഴ്സ് ആയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ക്ലോസ് ചെയ്തിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്ലാറ്റ്ഫോം ഫീ അത്യാവശ്യം ഉണ്ടായിരുന്നു, അത്യാവശ്യം നല്ല സബ്സ്ക്രിപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല മെമ്പർഷിപ്പ് ഫീ ഞാൻ കുറച്ചൊരു ഹൈ ടിക്കറ്റാണ് ചാർജ് ചെയ്തിരുന്നത്. അപ്പോൾ ഇതിൽ കുറേ ആൾക്കാർ കംപ്ലയിൻറ്റ് ചെയ്തിരുന്നു, എന്ത് ഇതിലുള്ള അധികം ആൾക്കാർ സ്റ്റുഡൻസ് ആണ്, അപ്പോൾ അവർക്ക് ഇതൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റില്ല, ടീനേജേഴ്സ് ആണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഞാനതിനെക്കുറിച്ച് ചിന്തിച്ചു, എങ്ങനെ നമുക്ക് ഇതിൻ്റെ കോസ്റ്റ് കൊടുക്കാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്തു, ഒരു ഇൻ്റർനാഷണൽ പ്ലാറ്റ്ഫോമിലായിരുന്നു ഇതിന് മുമ്പ് ഉണ്ടായിരുന്നത്, ഹിഷാംസ് ട്രൈബ്. അപ്പോൾ അതൊരു ഇന്ത്യൻ പ്ലാറ്റ്ഫോമിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മളെ കമ്മ്യൂണിറ്റി മൊത്തത്തിലൊന്ന് റീബിൽഡ് ചെയ്ത് ഔട്ട്ലയേഴ്സ് ക്ലബ്ബ് എന്നുള്ള പേരിൽ നമ്മൾ വീണ്ടും എന്ത് ചെയ്യാണ്, ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആ വെബ്സൈറ്റിൽ പോയാൽ കിട്ടും. അപ്പോൾ പഴയ മെമ്പർഷിപ്പ് ഫീൻ്റെ 1/3 ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, ചെക്ക് ചെയ്ത് നോക്കാം. സോ ലെറ്റ്സ് ഗോ ബാക്ക് ടു ദ വീഡിയോ. ലാസ്റ്റായിട്ട് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, റിമെമ്പർ, productivity is not doing more things but doing what matters. I hope this video is helpful for you guys. See you in the next video.